സഹോദര ബിഷപ്പന്മാരിൽ പലരും എന്നോട് വിവരിച്ച വിശ്വാസത്തിന്റെ നാടായ ഈ അനുഗ്രഹീതമായ ഇന്ത്യയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിൽ അഗാധമായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ദിവ്യകാരുണ്യ ആരാധന നടത്തുവാൻ എന്നെ ക്ഷണിച്ചതിന് ഗ്രിഗോറിയോസ് കുര്യാക്കോസ് തിരുമേനിക്ക് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വിശുദ്ധ മൊറേലിയാസ് മൂന്നാമന്റെ ആഘോഷങ്ങളിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുവാൻ എന്നെ അയച്ച പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രയം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവയുടെ അനുഗ്രഹവും സ്നേഹവും അറിയിക്കുവാനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ കാതോലിക്ക ബാവ മോർ ഗ്രിഗോറിയോസ് ജോസഫിനെ അഭിനന്ദിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുപോലെ ജ്ഞാനായ സമുദായമായ നിങ്ങളോട് പരിശുദ്ധ പിതാവിന് ആഴമായ വാത്സല്യമുണ്ട്. Today I would like to reflect with you upon the journey of St. Thomas, the apostle, and his mission to India, a mission that has profoundly shaped our faith and heritage. The esteemed St. Jacob of Syrup, in his poetic homilies, offers a vivid portrayal of this sacred journey. ഇന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ യാത്രയെക്കുറിച്ചും ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെയും പൈതൃകത്തെയും ആഴത്തിൽ രൂപപ്പെടുത്തിയ ഒരു ദൗത്യത്തെക്കുറിച്ച് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷറൂഖിലെ ബഹുമാനീയനായ വിശുദ്ധ യാക്കോബ് തന്റെ കാവ്യാത്മകമായ പ്രസംഗങ്ങളിൽ ഈ വിശുദ്ധ യാത്രയുടെ ഉജ്ജ്വലമായ ചിത്രീകരണം വിവരിക്കുന്നു. What are the lessons from the mission of St. Thomas? സെന്റ് തോമസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള ദൗത്യത്തിന്റെ പൊരുളുകൾ എന്തായിരുന്നു? First of all, obedience to God's call. According to tradition, the apostles, guided by the Holy Spirit, cast lots to determine their missionary paths. The lot for India fell to St. Thomas. Initially, he was reluctant, apprehensive about the distant and unfamiliar land. Yet, Christ reassured him, reminding him that many souls awaited salvation. This teaches us that when God calls us to a mission, we must trust in his plan, even if it seems daunting. ഒന്നാമതായി തോമസ് ലീഹായുടെ കേരളത്തിലെ വെളങ്ങരയിലേക്കുള്ള സന്ദർഭത്തിന്റെ പൊരുൾ ഒന്ന് ദൈവത്തിന്റെ വിളിയോടുള്ള അനുസരണമാണ്. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അപ്പസ്തോലന്മാർ അവരുടെ മിഷണറി പാതകൾ നിർണയിക്കുവാൻ ചീട്ടിട്ടു. ഇന്ത്യയുടെ നറുക്കു വീണത് സെന്റ് തോമസിനായിരുന്നു. തുടക്കത്തിൽ അവൻ വിദൂരവും അപരിചിതവുമായ ദേശത്തെക്കുറിച്ച് മടിച്ച് ഭയപ്പെട്ടു. എന്നിരുന്നാലും അനേകം ആത്മാക്കൾ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് തോമസ് ലീഹായെ ഓർപ്പിച്ചുകൊണ്ട് ക്രിസ്തു അവനെ ആശ്വസിപ്പിച്ചു. ദൈവം നമ്മെ ഒരു ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ അത് ഭയപ്പെടുന്നതായി തോന്നിയാലും നാം അതിന്റെ പരിധിയിൽ വിശ്വസിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. Second lesson, faith overcomes doubt. Thomas, who once doubted the resurrection, became one of the most zealous proclaimers of the gospel. His journey to India reminds us that our past struggles with faith do not define us. Rather, it is our response to God's grace that shapes our future. Like St. Thomas, we are called to strengthen our faith and proclaim Christ boldly. രണ്ടാമതായിട്ട് വിശ്വാസം സംശയത്തെ മറികടക്കുന്നു. ഒരിക്കൽ പുനരുത്ഥാനത്തെ സംശയിച്ച തോമസ് ലീഹായോട് സുവിശേഷത്തിന്റെ ഏറ്റവും തീഷ്ണതയുള്ള പ്രഘോഷത്തിൽ ഒരാളായി മാറി. വിശ്വാസത്തോടുള്ള നമ്മുടെ മുൻകാല പോരാട്ടങ്ങൾ നമ്മെ നിർവചിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് ദൈവകൃപയോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്.
വിശുദ്ധ തോമസ് ശ്ലീഹായെ പോലെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും ക്രിസ്തുവിൽ ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Third lesson, the power of humility and service. Upon arriving in India, Thomas encountered Haban, an envoy of the Indian king, who commissioned him to build a palace. Instead of constructing a physical structure, Thomas used the resources to help the poor, saying he was building a heavenly palace. This act reflects the Christian call to humility and service, that our true wealth lies not in material possessions, but in acts of love and charity. മൂന്നാമതായി വിനയത്തിന്റെയും സേവനത്തിന്റെയും ശക്തി. ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒരു കൊട്ടാരം പണിയുവാൻ അദ്ദേഹത്തെ നിയോഗിച്ച ഇന്ത്യൻ രാജാവിന്റെ ദൂതനായ ഹബാനുമായി തോമസ് കണ്ടുമുട്ടി. ഭൗതികമായ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം സ്വർഗീയ കൊട്ടാരം പണിയുകയാണെന്ന് പറഞ്ഞ തോമസ് പാവങ്ങളെ സഹായിക്കുവാൻ വിഭവങ്ങൾ ഉപയോഗിച്ചു. ഈ പ്രവൃത്തി വിനയത്തിനും സേവനത്തിനുമുള്ള ക്രിസ്ത്യൻ ആഹ്വാനത്തെ പ്രതിഫലിക്കുന്നു. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് ഭൗതിക സമ്പത്തല്ല, മറിച്ച് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങളിലാണ്. Fourth lesson, building bridges through love. Thomas did not impose his faith. Rather, he lived it out through miracles, acts of kindness, and genuine engagement with the people. His mission exemplifies that evangelism is not about force, but about witnessing Christ through our words and actions. We are reminded to be living examples of faith in our families, workplaces, and communities. നാലാമതായി സ്നേഹത്തിലൂടെ പാലങ്ങൾ പണിയുകയായി. തോമസ് ശ്ലീഹ തന്റെ വിശ്വാസം അടിപ്പിച്ചിട്ടല്ല, മറിച്ച് അത്ഭുതങ്ങൾ, ദയയുടെ പ്രവൃത്തികൾ, ജനങ്ങളുമായുള്ള ആത്മാർത്ഥമായ ഇടപെടലുകൾ എന്നിവയുടെ അദ്ദേഹം അത് ജീവിച്ച് സുവിശേഷവൽക്കരണം ബലപ്രയോഗത്തിലൂടെ അല്ല, മറിച്ച് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് എന്ന് അദ്ദേഹത്തിന്റെ ദൗത്യം ഉദാഹരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്കും ജോലി സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റികളിലും വിശ്വാസത്തിന്റെ ജീവിക്കുന്ന മാതൃകയാകുവാൻ ഞങ്ങളെ ഓർപ്പിക്കുന്നു. Fifth lesson, endurance in the face of persecution. Saint Thomas faced resistance, yet he remained steadfast. His martyrdom is a testament to the cost of discipleship. In our own lives, in your own lives, you may face challenges for your faith, but like Thomas, we must remain committed to Christ, knowing that eternal life awaits those who persevere. അഞ്ചാമതായി പീഡനത്തിന്റെ മുഖത്ത് സഹിഷ്ണുത ഉണ്ടാവുക. മാർത്തോമാ ശ്ലീഹ ചെറുത്തുനിൽപ്പ് നേരിട്ടു, എന്നിട്ടും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ശിഷ്യത്വത്തിന്റെ വിലയുടെ തെളിവാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന് വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുമ്പോൾ തോമസ് ശ്ലീഹായെ പോലെ സ്ഥിരോത്സാഹമുള്ളവരായി നിത്യജീവൻ കാത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. Let us draw inspiration from their missionary spirit, their unwavering faith, and their commitment to the gospel. May we, like them, be instruments of God's love, building not just structures of stone, but edifices of faith, hope, and charity in the hearts of all we encounter. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ പൈതൃകത്തെ അനുസ്മരിക്കുന്ന വേളയിൽ എപ്പോഴും
അദ്ദേഹത്തിന്റെ മിഷണറിയിലെ ആത്മാവിൽ നിന്നും ഈ കുടിയേറ്റത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും സുവിശേഷത്തോടുള്ള പ്രതിബദ്ധതയിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. മാർത്തോമാ ശ്ലീഹായെ പോലെ മൊക്കായി തോമായെ പോലെ നമുക്കും ദൈവസ്നേഹത്തിന്റെ ഉപകരണങ്ങളാവാം. കേവലം ശിലാനിർമ്മിതങ്ങൾ മാത്രമല്ല, നാം കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ദാനധർമ്മങ്ങളുടെയും സൗധങ്ങൾ പണിയാം. May the intercessions of Saint Thomas and Mor Ignatius Elias Lithoio and all the saints guide and strengthen you. May the blessings of our Lord Jesus Christ be upon the Gnaraya community now and always. Amen. വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസ്ത്രിയൻ ബാവായുടെയും ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെയും സഭയുടെ എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും പ്രാർത്ഥനയാൽ മധ്യസ്ഥത നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ ജ്ഞാനായ സമുദായത്തിന് എന്നുമെന്നും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ.